അബ്ദുൾ റഷീദ്, ഇത് ഈ പഹൽഗാം ഭീകരാക്രമണം നമുക്കറിയാം, കഴിഞ്ഞ രാത്രി മുതൽ നമ്മളെല്ലാവരും വളരെ വലിയ ആശങ്കയിൽ തന്നെയായിരുന്നു. കാരണം ഒന്നും രണ്ടുമല്ല 29 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഈ ആക്രമണത്തിന്റെ ആ ഒരു വേദനയിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ കുൽഗാമിലും ആക്രമണം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു എന്നുള്ളൊരു വാർത്ത നമുക്കതിനിടയിൽ ലഭിച്ചിരുന്നു. അത്തരത്തിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഈ നടപടി മാത്രം മതിയോ? കാരണം ഈ പാകിസ്ഥാൻ പൗരന്മാരെ കടത്തുന്നില്ല, അവർക്ക് വിസ നൽകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു നടപടി മാത്രം മതി എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, പക്ഷേ ഇത്തരത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട തിരച്ചിലും അതോടൊപ്പം നടപടികളും ആരംഭിച്ച ഘട്ടത്തിൽ പോലും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരും അതോടൊപ്പം സുരക്ഷാ സേനയും മുന്നോട്ട് നീങ്ങിയ സാഹചര്യത്തിൽ പോലും വീണ്ടും ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ഉയർത്തുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും ഈ നേരത്തെ കേന്ദ്ര സർക്കാരൊക്കെ തന്നെയും വലിയ വാഗ്വാദങ്ങളാണ് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഉയർത്തിയിരുന്നത്. അതേ ഘട്ടത്തിൽ പോലും വീണ്ടും തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ കേന്ദ്ര സർക്കാരിനെ വീണ്ടും വലിയ വിമർശനത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാൻ ഇതുവരെയും കേന്ദ്ര സർക്കാരിനായിട്ടില്ല. അതേസമയം ഇത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നിലവിൽ ഇത്തരത്തിൽ ദിനം പ്രതി ഇത്തരത്തിൽ മേഖലകളിലൊക്കെ തന്നെയും വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിനെതിരെ ഏത് വിധേനയായിരിക്കും പ്രതിരോധം തീർക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളെ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇതിന് വിശദീകരണം നൽകാത്ത പക്ഷം ഇത് കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരും അതോടൊപ്പം ഈ പ്രത്യേക മന്ത്രിസഭാ യോഗവും തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. എന്തായാലും ഈ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യ വിടണം എന്നുള്ളൊരു കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ തന്നെയും ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മേഖലകളിലുള്ള, അതായത് അഖാര ബോർഡ്, വാഗ ബോർഡറുകളൊക്കെ തന്നെയും അടച്ചിടും. ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും ആളുകൾ ഇന്ത്യയിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ തടയും എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, നിരവധി ആളുകൾ പാകിസ്ഥാനിലും അതോടൊപ്പം പാകിസ്ഥാൻ ജനത ഇന്ത്യക്കകത്തും ജോലി ചെയ്യുകയും താമസിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ ജീവിത പശ്ചാത്തലത്തിലും വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് ഏറ്റിട്ടുള്ള ഈ ഒരു തിരിച്ചടിയിൽ സാധാരണക്കാരായിട്ടുള്ള പാകിസ്ഥാന്റെയും അതോടൊപ്പം ഇന്ത്യൻ ജനതയും അവരുടെ ജീവിതത്തിനും ഇത്തരത്തിലുള്ള നടപടികൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അട്ടാര ബോർഡർ അതോടൊപ്പം വാഗ ബോർഡറുകളൊക്കെ തന്നെയും അടച്ചിട്ടിരിക്കുന്നു. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യ വിസ നൽകില്ല തുടങ്ങിയിട്ടുള്ള കർശനമായ നടപടികളുമായാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. തീർച്ചയായും അബ്ദുൾ റഷീദ്, എന്തായാലും വലിയ രീതിയിൽ കടുത്ത നടപടികളിലേക്ക് തന്നെ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മന്ത്രിസഭാ യോഗം അവസാനിക്കുമ്പോൾ. എന്തായാലും ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഹിസ്റ്റോറിക് കാര്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്രമാത്രം പാകിസ്ഥാനിന് മേൽ ഒരു പ്രതിരോധം തീർക്കുക തന്നെയാണ് ഇന്ത്യ ചെയ്യുന്നത്, അല്ലേ അബ്ദുൾ റഷീദ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വർഷങ്ങളോളമായി പാകിസ്ഥാൻ അടക്കം വലിയ തോതിൽ ജലലഭ്യത നടത്തുന്ന, അല്ലെങ്കിൽ ജലലഭ്യത ഉണ്ടാക്കുന്ന ഒരു പദ്ധതി തന്നെയായിരുന്നു ഇത്. അവസാനിപ്പിക്കുന്നതോടു കൂടി ഇത് പാകിസ്ഥാൻ അടക്കം മറ്റു രാജ്യങ്ങൾക്കും വലിയ ഒരു തിരിച്ചടിയാകും എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കർശനമായിട്ടുള്ള നടപടികളിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള
തമ്മിലുള്ള നദീജല പങ്കിടൽ കരാറാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായിട്ടും വിച്ഛേദിക്കുക, വിവിധ കരാറുകളിൽ ഏർപ്പെട്ടിട്ട് കരാറുകളൊക്കെ തന്നെയും നിർത്തലാക്കുക, അതോടൊപ്പം ഇത്തരത്തിൽ ബോർഡറുകളിലൂടെയും അതിർത്തികളിലൂടെയും പാകിസ്ഥാൻ പൗരന്മാരും അതോടൊപ്പം നുഴഞ്ഞുകയറ്റക്കാരൊക്കെ തന്നെയും ഇന്ത്യയിലേക്ക് കടക്കുന്നതിന് പൂർണ്ണമായും തടയുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ ഉള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന കാര്യം. എന്തായാലും കർശനമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഈ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ സേനക്കോ പറ്റിയിട്ടുള്ള വീഴ്ചയെ പറ്റി ഏതെങ്കിലും തരത്തിലൊരു വിശദീകരണം നൽകാൻ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അവ മറച്ചു വെക്കുന്ന ഒരു കാര്യം ഉണ്ടാകുന്നു എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും പാകിസ്ഥാൻ ഹൈക്കമ്മീഷനും അതോടൊപ്പം പ്രതിരോധ സൈനിക നാവിക വ്യോമയാന ഉപദേഷ്ടാക്കളൊക്കെ തന്നെയും തിരിച്ചു വിളിക്കും എന്നുള്ള കാര്യവും ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിൽ ഇസ്ലാമാബാദിലെയും ഹൈക്കമ്മീഷൻ നിന്നുള്ള ഇന്ത്യ പ്രതിരോധ വ്യോമ ഉപദേഷ്ടാക്കളൊക്കെ തന്നെയും പിൻവലിക്കും. അവരെയൊക്കെ തന്നെയും ഇത്തരത്തിൽ അവരൊക്കെ തന്നെയും തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ഈ ഹൈക്കമ്മീഷണറുകളെ ഈ തസ്തികകളിൽ ഉള്ള ആളുകളെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും അവരുടെ ഉദ്യോഗം റദ്ദാക്കിക്കൊണ്ടുള്ള നടപടികളിലേക്കും കേന്ദ്ര സർക്കാർ കടക്കുമെന്നാണ് ഇപ്പോൾ വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വലിയ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നു വന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കടുത്ത നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നത്.